വസുന്ധര മാഡം അന്വേഷണം ഏറ്റെടുത്തതോടെ ഒരു ധൈര്യം കിട്ടി. അമ്മായിയപ്പനും മരുമോളും കൂടി അടുത്തിനെ ആരെ തട്ടിക്കൊണ്ടു പോകാനാ പ്ലാൻ ചെയ്യുന്നത്? എന്താ മോനെ? ഒന്നുമില്ല സാറേ, ഞങ്ങൾ ഋഷിയെ കൊണ്ടുപോകാൻ വന്ന. ഋഷിയെ കൊണ്ടുപോകാൻ വന്നതോ? അതിന് ഋഷി എവിടെ? അത് ശരി, അപ്പൊ ഋഷി എവിടാന്നറിയില്ലല്ലേ? മരുമോളോട് ചോദിച്ചാൽ മതി, പറഞ്ഞുതരും. ഞങ്ങളുടെ ഋഷിയെ തട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചിട്ട് രണ്ടുപേരും കൂടി നാടകം കളിക്കാ. കാര്യങ്ങളൊക്കെ ഞങ്ങൾ അരുന്ധതി മാഡത്തിന്റെ വീട്ടിൽ നിന്ന് അറിഞ്ഞു. നിങ്ങൾക്ക് പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസിനെ അറിയിക്കണം. പൊതുപ്രവർത്തകരെ വഴിയിൽ ആക്ഷേപിക്കാനാ ഉദ്ദേശമെങ്കിൽ അത് പ്രശ്നമാവും. പ്രശ്നമാക്കാൻ തന്നെ ഞങ്ങൾ വന്നേ. പറഞ്ഞില്ലേ, കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഞങ്ങളുടെ ഋഷിയെ MLA ഒരു ഗുണ്ടയും ചേർന്ന് തട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചേക്കല്ലേ? നിങ്ങളുടെ ഭർത്താവിനെ കാണാത്തതിന് ഋഷിയെ പിടിച്ചോണ്ട് പോയല്ല വേണ്ടത്, അവനെ മര്യാദയ്ക്ക് വിട്ടുക. അച്ഛാ വന്നേ, നമുക്ക് പോവാം, വാ. നിങ്ങൾ ഓരോരുത്തേക്കും പോകില്ല. ഋഷിയെ തന്നിട്ടേ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റൂ. മക്കളെ, നിങ്ങൾ ഞാൻ പറയുന്നത് മനസ്സിലാക്കും. ഋഷിയെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല. സിദ്ധാർത്ഥ, താൻ കള്ളം പറഞ്ഞ് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. എന്താടാ, മര്യാദയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിനക്ക്? എന്നാ കേട്ടോ, ഋഷി ഞങ്ങളുടെ കസ്റ്റഡി തന്നെ ഉണ്ട്. നിനക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ചെയ്. വീണ്ടും പറയാ, ഋഷിയെ കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല. നിങ്ങൾ കേട്ടതൊക്കെ തെറ്റായ കാര്യങ്ങളാ. ഇയാളിത് ഇപ്പൊ സംഭവിച്ചല്ലേ ഉള്ളൂ ഋഷി കസ്റ്റഡിയിലുണ്ടെന്ന്. അതുകൊണ്ട് അവനെ കൊണ്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. MLA അല്ല, മന്ത്രിയാണെങ്കിലും ശരി, അവനെ വിട്ടുതരാതെ മുന്നോട്ടൊരു അടി പോകാൻ സമ്മതിക്കത്തില്ല. അവന്റെ ദേഹത്ത് കൈ വെക്കുന്നു. വേണ്ട, നിനക്കൊന്നും മര്യാദയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലേ? ചോണയുണ്ടെങ്കിൽ ഇനി ഒന്ന് തടഞ്ഞു നോക്കടാ. സിദ്ധാർത്ഥൻ ആരാണെന്ന് അപ്പം മനസ്സിലാവും. വേണ്ട വേണ്ട. ഇവനൊക്കെ നന്ദനെതിരെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്? പ്രഭയെ തട്ടിക്കൊണ്ടു പോകാനും കൊല്ലാൻ വേണ്ടിയൊക്കെ ഋഷിക്ക് കൂട്ടുന്നവരല്ലേ ഇവര്? എന്താ സാറേ, എന്താ പ്രശ്നം? അതെ, ഈ പിള്ളേർക്കൊരു തെറ്റിദ്ധാരണ, അതൊന്ന് മാറ്റിക്കൊടുക്കാന്ന് വിചാരിച്ചു. പാവളെ